പ്രിയപ്പെട്ടവരെ, ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിയുടെ പരോൾ റദ്ദാക്കിയെന്നൊരു വാർത്ത വരുന്നുണ്ട്. പരോൾ വ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥയാണ് ലംഘിച്ചത്. CPOമാരായ വൈശാഖ്, വിനീഷ്, ജിഷ്ണു എന്നിവരുടെ പിന്തുണയോടെയാണ് കൊടിസുനി മദ്യപിച്ചത്. കോടതിക്ക് സമീപത്തെ ഹോട്ടലിൽ വെച്ചാണ് പ്രതികൾക്ക് മദ്യപിക്കാൻ അവസരമൊരുക്കിയത്. കോടതി യാത്രയിൽ ഇനി മുതൽ സുരക്ഷ ശക്തമാക്കാനാണ് നിർദ്ദേശം. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, ഗുഡ് മോർണിംഗ് അഭിജിത്ത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ മദ്യപാനം, ഈ ജാമ്യവ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ ലംഘിക്കുക, ഒടുവിൽ കൊടിസുനിക്ക് പിടിവീണുവല്ലേ അഭിജിത്ത്? അഭിജിത്തിന്റെ ശബ്ദം കേൾക്കുന്നില്ല. അഭിജിത്തിന്റെ മനോഹരമായ ശബ്ദത്തിന് മൈക്കിൽ ചെറിയ കേടുപാടുകളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് നമുക്കത് പരിഹരിക്കാൻ സാധിക്കും. ഇപ്പോൾ പരിഹരിച്ചു. പറഞ്ഞോളൂ അഭിജിത്ത്, കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി എന്ന വാർത്തയാണ് വരുന്നത്. പോലീസുകാർക്കൊക്കെ ഇരുന്ന് മദ്യപിക്കുക, ഈ കൊടിസുനിക്കൊപ്പം ഇരുന്നൊക്കെ മദ്യപിക്കാൻ ആൾക്കാർ ഈ പോലീസുകാർക്കൊക്കെ മത്സരിക്കുന്നതാണ് എന്നാണല്ലോ കേട്ടത്. എന്തായാലും പിടി വീണു അല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, കഴിഞ്ഞ മാസം 21-നാണ് കൊടിസുനിക്ക് അടിയന്തര പരോളായ 15 ദിവസം അനുവദിച്ചത്. കർശനമായ വ്യവസ്ഥകളൊക്കെ ഈ പരോൾ നൽകുമ്പോൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ എവിടെയാണ്, ഏത് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുക എന്ന് കൊടിസുനിയോട് ചോദിച്ചു. ആ സമയത്താണ് ഇയാൾ മീനങ്ങാടി പോലീസ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യാമെന്ന് അറിയിച്ചത്. പക്ഷേ ഇയാൾ മീനങ്ങാടിയിൽ ഉണ്ടായിട്ടും ഇയാൾ ഈ സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്തില്ല, SHOയെ കണ്ട് റിപ്പോർട്ട് ചെയ്തില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മീനങ്ങാടി SHO ഒരു റിപ്പോർട്ട് നൽകിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇയാളുടെ പരോൾ റദ്ദു ചെയ്യുകയും ഇയാളെ കഴിഞ്ഞ ദിവസം തന്നെ, അതായത് ഇന്നലെ തന്നെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡോക്ടർ അരുൺകുമാർ സൂചിപ്പിച്ചതാണ്. അതായത് ഇയാൾ കൊടിസുനിയെ മാഹി ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഇയാളുടെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ കഴിഞ്ഞ മാസം 17-ന് ഇവിടെ എത്തിച്ചത്, അതായത് തലശ്ശേരി കോടതിയിലേക്ക് എത്തിച്ചത്. ഈ കോടതിയിൽ എത്തിക്കുന്ന സമയത്ത് പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇയാൾ മദ്യപിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. അതായത് 3 CPOമാർ, AR ക്യാമ്പിലെ 3 CPOമാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒരു ഹോട്ടലിൽ ഇയാളുടെ സുഹൃത്തുക്കൾ, കൊടിസുനി ഉൾപ്പെടെ 3 പേരുണ്ടായിരുന്നു. ഈ 3 പേർക്കും ഇയാളുടെ സുഹൃത്തുക്കൾ മദ്യം എത്തിച്ചു നൽകി. പോലീസുകാരുടെ സാന്നിധ്യത്തിൽ വെച്ച് ഇയാൾ മദ്യപിച്ചു. ഇത് വലിയ വിവാദമായി. അങ്ങനെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി എത്തുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 3 പോലീസ് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പരോൾ റദ്ദാക്കലിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം അരുൺകുമാർ, പല ഘട്ടങ്ങളിലും കൊടിസുനിക്ക് പരോൾ അനുവദിക്കുന്നതും ഒപ്പം തന്നെ അയാൾ ജയിലിനകത്ത് വെച്ച് മൊബൈൽ ഉപയോഗിക്കുന്നതൊക്കെ വലിയ വിവാദമായതാണ്. ഏതായാലും വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. പരോൾ വ്യവസ്ഥകൾ ലംഘിച്ചതിനാണ് ഇപ്പോൾ കൊടിസുനിയുടെ പരോൾ കാലാവധി റദ്ദ് ചെയ്തിരിക്കുന്നത്. ഇയാളെ തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. വെൽക്കം ബാക്ക് എന്നുള്ളതാണ്. കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊടിസുനി തിരിച്ചു വന്നിരിക്കുന്നു. ഖർവാപ്പസി എന്നൊക്കെ പറയുന്ന പോലെ നല്ല കാര്യമുണ്ടായിരുന്നു. അതും പോലീസുകാരുടെ കാര്യം ഒന്ന് ആലോചിക്കുക. ഒരു കുറ്റവാളിക്കൊപ്പം, അതും ഒരു കൊടും കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ഒരു കൊടും കുറ്റവാളിക്കൊപ്പം ഒക്കെ പോയിരുന്ന് മദ്യപിക്കണമെങ്കിൽ അപാരമായിട്ടുള്ളൊരു അവസ്ഥയുണ്ടാവണം. ഇതാണ് അവിടുത്തെയൊക്കെ ഒരു രീതി. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ജയിലിനുള്ളിൽ ഇവർക്ക് കിട്ടിയിരുന്ന VIP പരിഗണനയെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ജയിലിന് പുറത്തു വന്നാലും VIP പരിഗണനയാണ്. തലശ്ശേരി കോടതിയെ ഹാജരാക്കാൻ കൊണ്ടുപോകുമ്പോൾ അടുത്ത് ജയിലിൽ കയറിയിരുന്ന് അടിച്ചിട്ട് പോകുന്നത്. ഒന്ന് ആലോചിക്കുക, കൂടെ പോലീസുകാരുടെ സാന്നിധ്യം. ഇത് എന്ത് നാടാണപ്പാ.